പ്രിയപ്പെട്ടവരെ, സൈക്കിൾ മീഡിയയുടെ പുതിയ ഒരു വീഡിയോ ഷൂട്ടിന് വേണ്ടി പോകുമ്പോഴാണ് ഈ പൂമരം ഞങ്ങളുടെ കണ്ണിൽ പെടുന്നത്. കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഭംഗി കാരണം ഞങ്ങളും അവിടെ ചാടിയിറങ്ങി. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. കണ്ടോ, ഒരൊറ്റ ശിഖരത്തിൽ പോലും ഒരു ഇല പോലും ഇല്ലാതെ ഇങ്ങനെ നിറയെ പൂത്തു നിൽക്കുന്ന ഈ പൂമരം കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാമോ. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോവുകയില്ല. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങളും അവിടെ ചിലവിട്ട് കേട്ടോ. ഈ വരുന്നവരും പോകുന്നവരും വാഹനത്തിലുള്ളവരും എല്ലാം അവിടെ നിർത്തി ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും ഈ പൂക്കളൊക്കെ ശേഖരിക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്നും യാത്ര തിരിക്കുന്നത്. ചെറിയ കാറ്റടിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പൂക്കൾ തൊഴിഞ്ഞു വീഴും. അതൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. അതൊക്കെ കാണുമ്പോൾ ചില സിനിമാ പാട്ടുകളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ 1-2 ചെറിയ പൂമരങ്ങൾ കൂടി നിൽപ്പുണ്ട്. പക്ഷെ അതൊന്നും എല്ലാ കൊമ്പിലും പൂക്കളില്ല എങ്കിലും നിറയെ പൂക്കളുണ്ട്. അതിൽ ഒന്നിൻ്റെ നിറം വളരെ കടുത്ത നിറത്തിലുള്ള പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് രസമായിട്ട് നിൽക്കുന്നത്. ആ മരത്തിൽ നിന്ന് തറയിലും ഒക്കെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. കണ്ടോ, അതിൻ്റെ മുകളിലായിട്ട് ഒരു കാക്കക്കൂട്. ആ കാക്ക എത്ര ഭാഗ്യവാനാണെന്ന് നോക്കൂ, ഇത്രയും പൂക്കളുടെ ഇടയിൽ ഒരു വീടൊക്കെ വെച്ച് ഇങ്ങനെ താമസിക്കാൻ കഴിയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സിംഗിൾ പൂവെന്ന് പറയുന്നത്. ഇത് നമ്മുടെ പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്തെ കാണുന്ന കാക്കപ്പൂവിൻ്റെ അതേ ശൈലിയിലുള്ള ഒരു പൂവാണ്. ഇത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ചിതറ എന്ന സ്ഥലത്ത് നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ മുൻ MLA ആയിരുന്ന മരിച്ചുപോയ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ വീട്ടുമുറ്റത്താണ് ഈ ഒരു വലിയ പൂമരം ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കുന്നത്. ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറ് തന്നെ ബാംഗ്ലൂരോ എവിടെ പോയിട്ട് വന്നപ്പോൾ ഈ 3-4 ഈ പൂമരത്തിൻ്റെ തൈകൾ കൊണ്ടുവന്ന് ഇവിടെ വീട്ടിന് മുറ്റത്ത് റോഡ് സൈഡിലായിട്ട് നട്ടു. അത് 7-8 വർഷമായിട്ട് പൂക്കുന്നുണ്ടെന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ഇതിൻ്റെ പേരായിട്ട് അവർ പറഞ്ഞത് ബാംഗ്ലൂർ പാല എന്നാണ് അവർക്കറിയാവുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ പേരോ മറ്റു വിവരങ്ങളോ അറിയാമെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.